ഹലോ ഗൈസ്, വെൽക്കം ടു എറ്റ് അനദർ വീഡിയോ ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടോപ്പ് കോളേജസ് ഇൻ കർണാടക ഫോർ BOT. അപ്പോൾ നമുക്ക് എന്താണ് BOT എന്നുള്ളതും അതിൻ്റെ സാധ്യതകളെ പറ്റിയും അത് കേരളത്തിനകത്ത് പഠിക്കുന്നതും കർണാടകയിൽ പഠിക്കുന്നതും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ജോലി ചെയ്യുന്നതും പുറത്ത് ജോലി ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് എല്ലാം പോയി കാണുക. അതിനെപ്പറ്റി എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല BOT റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനലിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് അതിൽ നിന്ന് കാര്യങ്ങൾ അറിയാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ കർണാടകയിൽ പഠിക്കുന്നത് കൊണ്ട് BOT അല്ലെങ്കിൽ നിങ്ങൾ BOT എന്ന് പറഞ്ഞ കോഴ്സ് കർണാടകയിൽ പഠിക്കാൻ ചൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കർണാടക ചൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി എല്ലാം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടതിന് ശേഷം ഇതൊന്ന് കാണുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കർണാടകയിലെ ഏതൊക്കെയാണ് ടോപ്പ് കോളേജസ്. ഒരുപാട് കോളേജസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ബ്രാൻഡ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ തരുന്ന, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് തരുന്ന, ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഉള്ള അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് കാര്യങ്ങൾ തരുന്ന, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉള്ള, ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാം തരുന്ന BOT ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ സ്കില്ല് വളരെ റിക്വയർഡ് ആണ്. പ്രാക്ടിക്കൽ നോളജ് വളരെ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്യാമ്പസ് ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു കോളേജിൻ്റെ ലിസ്റ്റ്, ഒരു സ്റ്റേറ്റിൽ എത്ര കോളേജസ് ആണ് BOT പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് കോളേജസ് വരും. അപ്പോൾ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി ക്യാമ്പസ് കണ്ട് അനലൈസ് ചെയ്ത് അവർക്ക് ഹോസ്പിറ്റൽ ഉണ്ടോ, ഇനി ഹോസ്പിറ്റൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ബ്രാൻഡഡ് അല്ലെങ്കിൽ ടോപ്പ് ബ്രാൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉണ്ടോ, ഇതെല്ലാം നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ടി വരും. അവിടെയാണ് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം കർണാടകയിൽ ഏതൊക്കെ കോളേജസ് ആണോ BOT പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ടോപ്പ് കോളേജസ് ഏതൊക്കെയാണോ അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കോളേജസ് ആണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ കോളേജസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ബാംഗ്ലൂരിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന മെഡിക്കൽ കോളേജ് ഉള്ള ഹോസ്പിറ്റലാണ് ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജ്. പിന്നെ മറ്റ് ഹോസ്പിറ്റലുകളുമായി ടൈപ്പ് ഉള്ള ഹോസ്പിറ്റലാണ് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള ക്യാമ്പസാണ് ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാംഗ്ലൂരിലെ എനപ്പോയ ഡീംഡ് യൂണിവേഴ്സിറ്റി, ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി, എസ് വ്യാസ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നിവയെല്ലാം മറ്റ് ടോപ്പ് ബ്രാൻഡഡ് ഹോസ്പിറ്റലുകളുമായി ടൈപ്പ് ഉള്ള ക്യാമ്പസുകളാണ്. ബാംഗ്ലൂരിൽ മാത്രമല്ല, മാംഗ്ലൂരിലും മൈസൂരിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ടോപ്പ് കോളേജസ് ക്യാമ്പസ് അവൈലബിൾ ആണ്. മാംഗ്ലൂരിലെ എനപ്പോയ ഡീം ടു ബി ക്യാമ്പസ് മെഡിക്കൽ കോളേജ് ഉള്ള ക്യാമ്പസാണ്. പിന്നെ മൈസൂരിലെ JSS മെഡിക്കൽ കോളേജ് ഡീംഡിന്റെ അണ്ടറിൽ വരുന്ന മെഡിക്കൽ കോളേജ് ഉള്ള ക്യാമ്പസാണ്. കർണാടകയിൽ ബാംഗ്ലൂർ, മാംഗ്ലൂർ, മൈസൂർ എന്നീ സിറ്റികൾ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട എക്സ്പോഷർ തരുന്ന ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ക്യാമ്പസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് തരുന്നത്. ഈ പറഞ്ഞവയെല്ലാം അത്തരത്തിൽ പെടുന്നവയാണ്. അപ്പോൾ BOT കോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായി, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെന്നുള്ളതും മനസ്സിലായി. അപ്പോൾ പഠിക്കുന്നത് നല്ലൊരു ക്യാമ്പസിലല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ എക്സ്പോഷറും തരുന്ന ഒരു ക്യാമ്പസിലല്ല എന്നുണ്ടെങ്കിൽ പഠിക്കുന്നത് വേസ്റ്റ് ആണെന്നുള്ള കാര്യം, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക, ഇത് ഫുള്ളായിട്ട് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് കോളേജാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യുക. കാരണം അതാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിലോ പേഴ്സണൽ കരിയർ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിലോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. കാരണം എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അവിടെയും കിട്ടുന്നതാണ്.